Hello students, now we are going to see the properties of angular momentum and torque, how it is useful in your life, or what is the direct application of this. So we are going to consider central force motion. Central force motion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ central forces are always act either towards or away from the center. അപ്പോൾ അങ്ങനത്തെ ഫോഴ്സസിനാണ് സെൻട്രൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഈ ടേം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക എപ്പോഴും പ്ലാനറ്ററി മോഷൻ മാത്രമായിരിക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് എല്ലാം സെൻട്രൽ ഫോഴ്സ് ആണ്. പക്ഷെ അതേപോലെ തന്നെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഇലാസ്റ്റിക് ഫോഴ്സും വാൻഡർപോൾ ബാർസ് ഫോഴ്സും എല്ലാം സെൻട്രൽ ഫോഴ്സസിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഇത്രയേ ഉള്ളൂ. സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എ ഫോഴ്സ് വിച്ച് ഈസ് ഓൾവേസ് എ ഫങ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ആൻഡ് ഫോഴ്സ് സെൻറ്റർ. അപ്പോൾ ഫോഴ്സ് വിച്ച് ഈസ് ഓൾവേസ് എ ഫങ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ആൻഡ് ദ ഫോഴ്സ് സെൻറ്റർ. അപ്പോൾ എഫ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ, ഫോഴ്സിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസിൻ്റെ ഫങ്ഷൻ ആയിരിക്കും, ആറിൻ്റെ ഫങ്ഷൻ ആയിരിക്കും. അത് എങ്ങനെയായിരിക്കും? ഈ ആർ എന്ന് പറയുന്നത് ഏതാണ് ഡിസ്റ്റൻസ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ആൻഡ് ദ ഫോഴ്സ് സെൻറ്റർ. ഫോഴ്സ് സെൻറ്ററും പാർട്ടിക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. ആൻഡ് ഓൾവേസ് ആക്ട് ഐദർ ടുവേർഡ്സ് ഓർ അവേ ഫ്രം എ ഫിക്സഡ് പോയിന്റ്. ഫോഴ്സ് സെൻറ്ററിന് ടുവേർഡ്സ് ദ ഫോഴ്സ് സെൻറ്റർ ഓർ അവേ ഫ്രം ദി ഫോഴ്സ് സെൻറ്റർ ആയിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. സച്ച് ഫോഴ്സസ് ആർ കോൾഡ് സെൻട്രൽ ഫോഴ്സസ്. ഓക്കെ, നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എഫ് ഓഫ് ആർ എന്നത് ജി, നമ്മുടെ എഫ് എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ജി m1 m2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. അതിൽ ജി m1 m2 എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. സോ 1/r² എന്നാണ് ഫംഗ്ഷൻ എഫ് ഓഫ് ആർ. അപ്പോൾ 1/r², വേരി ചെയ്യുന്നൊരു വേരിയബിൾ എന്ന് പറയുന്നത് ആർ മാത്രമാണ്. ആൻഡ് ദാറ്റ് ആർ ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ, നമ്മളിപ്പോൾ പ്ലാനറ്റ് സോളാർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് എർത്ത് അല്ലേ, അതാണ് നമ്മുടെ ആർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫോഴ്സസിനാണ് സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്കറിയാം ഇറ്റ് ഈസ് ഓൾവേസ് ആക്ട് ഐദർ ഇറ്റ് ഈസ് ടുവേർഡ്സ് ദ സെൻറ്റർ അല്ലെ, സെൻറ്റർ ഓഫ് ദി പ്ലാനർ സിസ്റ്റമാണ്, പ്ലാനറ്ററി സിസ്റ്റത്തിലേക്കാണ് ഇതിൻ്റെ ഡയറക്ഷൻ ഉള്ളത്. ടുവേർഡ്സ് സൺ ആയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ആണ് നമ്മുടെ സെൻട്രൽ ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എടുത്താലും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഫോഴ്സിനെയാണ് സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ mr⋯. r⋯ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? dr/dt എന്ന് പറഞ്ഞ വെലോസിറ്റിയാണ്, dr²/dt², അതാണ് ആക്സലറേഷൻ. അപ്പോൾ ആർ ഡോട്ട്, മേലെ ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്നതായിരിക്കും, രണ്ട് ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ്. സോ r1⋯ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉദ്ദേശിക്കുള്ളൂ, ജസ്റ്റ് ദ acceleration. So m into acceleration is force. F is equal to f of r rk. F of r എന്ന് പറയുന്നത് it is a function of r and it is, the direction is along the vector r. Position vectorന്റെ ഡയറക്ഷനിലായിരിക്കും ഇത് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവും. ഓക്കെ, സോ such forces are called central forces. അപ്പോൾ ഇനി central force മോഷനിൽ we are considering the planetary motion. അപ്പോൾ planetary motion is governed by the Kepler's law. Kepler's law ആണ്. ക്ലെപ്നർ എന്ന് പറഞ്ഞിട്ടാണ് ക്ലെപ്നർ എന്നായി പോകുന്നത്. കെപ്ലർസ് ലോ ആണ് നമ്മളുടെ പ്ലാനറ്ററി മോഷനെ ഗവേൺ ചെയ്തിട്ടുള്ള ലോ. അപ്പോൾ 3 ലോസിൻ്റെ കെപ്ലർസ് ലോസ്. അപ്പോൾ അതിൽ സെക്കൻഡ് ലോ ആണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. സെക്കൻഡ് ലോ ഈസ് ഓൾസോ കോൾഡ് ദി ലോ ഓഫ് ഈക്വൽ ഏരിയാസ്. അപ്പോൾ ഈ ലോ ഇത്രയേ പറയുന്നുള്ളൂ. ദി ഏരിയ സെപ്റ്റ് ഔട്ട് ബൈ radius vector from sun to the planet in a given time is the same for any location of the planet in its orbit. That is area swept out by the radius vector. അതായത് ഇതാണ് റേഡിയസ് വെക്റ്റർ. റേഡിയസ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോഴ്സ് സെൻറ്ററും നിങ്ങളുടെ പ്ലാനറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലാനറ്റ് സോളാർ സിസ്റ്റം എടുത്ത് തന്നെ സണ്ണും പ്ലാനറ്റും തമ്മിലുണ്ടാക്കുന്ന റേഡിയസ് വെക്റ്റർ. ദിസ് ഈസ് ദ റേഡിയസ് വെക്റ്റർ. റേഡിയസ് വെക്റ്റർ ഫ്രം സൺ ടു ദ പ്ലാനറ്റ് ഇൻ എ ഗിവൺ ടൈം, ദ ഏരിയ സെപ്റ്റ് ബൈ ദ റേഡിയസ് വെക്റ്റർ ഈസ് ദ സെയിം ഫോർ എനി ലൊക്കേഷൻ ഓഫ് ദി പ്ലാനറ്റ് ഓൺ ഇൻ ഇറ്റ്സ് ഓർബിറ്റ്. അതായത് ഈ ഏരിയ സ്വീപ്പ് ചെയ്യുന്ന ഏരിയ വിൽ ബി ദി സെയിം. അതായത് ഈ ഏരിയ ദിസ് വിൽ ബി ഈക്വൽ ടു ദിസ് ഏരിയ. ഓക്കെ, ഏതൊരു പോയിന്റിൽ 2 പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാലും ദിസ് ഏരിയ വിൽ ബി ഈക്വൽ.
അപ്പോൾ ഏരിയ സെപ്റ്റ് വിൽ ബി ഈക്വൽ. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, വെദർ ദിസ് ഈസ് കറക്റ്റ്. ഈ ഒരു സെക്കൻഡ് ലോ നമുക്കിപ്പോൾ അറിയുന്ന കാര്യങ്ങൾ വെച്ച് ടോർക്കും ആംഗുലർ മൊമെൻറ്റും ഒക്കെ നമ്മൾ പഠിച്ചു. അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കെപ്ലേഴ്സ് ലോ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ കെപ്ലേഴ്സ് ലോ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. സോ ഹിയർ യു ഹാവ് ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. നമുക്ക് ബൈ ഡെഫിനിഷൻ നമുക്ക് അറിയുന്നതാണ്. ഇനി ഇവിടുത്തെ നോക്കൂ, ഇവിടെ സെൻട്രൽ ഫോഴ്സ് ആണ്. സെൻട്രൽ ഫോഴ്സിന് എഫിൻ്റെ നമ്മൾ പറഞ്ഞു എഫ് ഇസ് എ ഫങ്ഷൻ ഓഫ് ആർ ആയിരിക്കും. സോ യു ക്യാൻ സേ റീറൈറ്റ് ദിസ് ഫോഴ്സ് എഫ് ഇൻറ്റു എഫ് ഓഫ് ആർ ആർ ക്യാപ്പ് എന്ന് എഴുതാം. എഫ് ഓഫ് ആർ ആർ ക്യാപ്പ് എന്ന് എഴുതാം. ഇതിൽ എഫ് ഓഫ് ആർ ഇസ് എ പ്യുവർലി എ ഫങ്ഷൻ ഓഫ് ആർ. അപ്പോൾ അത് നമ്മൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ആർ ക്രോസ് ആർ ക്യാപ്പ് എന്ന് വരും. ആർ ക്രോസ് ആർ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ ഡയറക്ഷനാണ്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, വെക്റ്റർ ആർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്ററാണ് ആർ ക്യാപ്പ്. ആർ ക്യാപ്പിൽ നമുക്ക് എന്ത് എഴുതാം, വെക്റ്റർ ആർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ എന്ന് എഴുതാം. അപ്പോൾ നമുക്കിവിടെ നമുക്ക് എന്ത് കിട്ടും, ആർ ക്രോസ് ആർ ബൈ മോഡുലസ് ഓഫ് ആർ. ആർ ക്രോസ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ് അല്ലേ. ഒരു വെക്റ്റർ അതേ വെക്റ്ററായിട്ട് ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ആർ ക്രോസ് ആർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ആണ്. അതായത് യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് വെക്റ്റർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോഡുലസ് ആണ്. സോ ഇത് ശരിക്കും ആർ ക്രോസ് ആർ വെക്റ്റർ ആർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ആണ്. സോ ഇറ്റ് വിൽ ബി 0. ക്രോസ് പ്രൊഡക്റ്റ് വിൽ ബി 0. അപ്പോൾ ഇവിടെ നമുക്ക് ടോർക്ക് 0 ആയി കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞു ടോർക്കും ആംഗുലർ മൊമെൻറ്റും തമ്മിൽ റിലേഷനൊക്കെ കണ്ടിട്ട് പറഞ്ഞു ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് എന്നൊക്കെ പറഞ്ഞു. എന്തായിരുന്നു, ടോർക്ക് 0 ആയി കഴിഞ്ഞാൽ ടോർക്ക് എന്ന് പറഞ്ഞത് എന്താണ്, യു ക്യാൻ റൈറ്റ് ടോർക്ക് ആസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം. ദാറ്റ് ഈസ് ടോർക്ക് ഈസ് ഈക്വൽ ടു dl ബൈ dt. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ടോർക്ക് 0 ആയി. അപ്പോൾ ടോർക്ക് 0 ആയി കഴിഞ്ഞാൽ dl ബൈ dt 0 ആണ്. dl ബൈ dt 0 ആണെന്ന് പറഞ്ഞാൽ ദ ഡയറക്റ്റ് റിസൾട്ട് ഈസ് L is conserved. Angular momentum is conserved. Angular momentum is a constant. That is, the angular momentum will have a constant magnitude and constant direction. Its magnitude and direction is constant for this planetary motion. ഈ planetary motionൽ എന്താണ് ഈ ടോർക്ക്, ഈ സെൻട്രൽ ഫോഴ്സിൻ്റെ ഏത് സെൻട്രൽ ഫോഴ്സ്, പ്ലാനറ്ററി മോഷനാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്, ഏതൊരു സെൻട്രൽ ഫോഴ്സിലും എന്തായിരിക്കും, ആംഗുലർ മൊമെൻറ്റം ഇസ് കൺസേർവ്ഡ് ആയിരിക്കും. ബിക്കോസ് ഇത് ഈ ഡയറക്റ്റ്ലി ഈ റിലേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. സോ ഫോർ എ സെൻട്രൽ ഫോഴ്സ് ദ ആംഗുലർ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. ആംഗുലർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന് വേറൊരു റിസൾട്ടും കൂടെ വരുന്നു. ആംഗുലർ മൊമെൻറ്റം ഈസ് ആർ ക്രോസ് പി ആണ്. അപ്പോൾ അതിൻ്റെ ആറും പിയും ആംഗുലർ മൊമെൻറ്റത്തിന് ഒരേ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡും കോൺസ്റ്റൻ്റ് ആണ്, ഡയറക്ഷനും കോൺസ്റ്റൻ്റ്. ഡയറക്ഷൻ മാറുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ that means the R and P lie in the same plane. അല്ലേ, ആറും പിയും ഒരു പ്ലെയിനിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയി നിൽക്കുള്ളൂ. ഡയറക്ഷൻ ഓഫ് എൽ കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ എന്ത് വേണം, ആറും പിയും ഒരു പ്ലെയിനിലായിരിക്കണം. ആറും പിയും പ്ലെയിനിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഡയറക്ഷൻ എല്ലിൻ്റെ ഡയറക്ഷൻ മാറിപ്പോകും. സോ എൽ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ മോഷൻ ഓഫ് ദ പ്ലാനറ്റ് is confined to a plane. It is confined. ഇതിന് വേറെ ഈ പ്ലെയിനിന് മാറി സഞ്ചരിക്കാൻ പറ്റില്ല. The motion of the planet is confined to a plane. So ഇതിൻ്റെ നമുക്ക് റിസൾട്ടായിട്ട് ഇങ്ങനെ പറയാം, in planetary motion the angular momentum of the planet is always conserved. Angular momentum of the planet is always conserved. The angular momentum L is conserved both in magnitude and direction. That is, the motion of the planet is confined to a single plane. എല്ല് കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ, എല്ല് കൺസേർവ്ഡ് ആയി കഴിഞ്ഞാൽ, എല്ല് കൺസേർവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഇസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഡയറക്ഷൻ കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ എന്ത് വേണം, ഇതിന് നമുക്കറിയാം എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി ആണ്. ദാറ്റ് ഈസ് എൽ എപ്പോഴും ആറിനും പിക്കും പെർപെൻഡിക്കുലർ ആണ്. ആറിനും പിക്കും പെർപെൻഡിക്കുലർ ആയിട്ട് അതിൻ്റെ ഡയറക്ഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ ആറും പിയും എന്തായിരിക്കണം, ഒരു സെയിം പ്ലെയിൻ, ഒരു ഒറ്റ പ്ലെയിനിലായിരിക്കണം. ആ പ്ലെയിനിൽ മാറാൻ പാടില്ല. ഓക്കെ, സോ ദിസ് ഇസ് എ റിസൾട്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു കാര്യം കൂടെ ഉള്ളത്, നമ്മൾ എന്താണ് ഇതിൻ്റെ ആംഗുലർ മൊമെൻറ്റം കൺസർവേഷൻ്റെ കൂടെ നമ്മളിപ്പം പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഏരിയ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്നാണ്. അതായത് ഏരിയ സെപ്റ്റ് ഔട്ട് ബൈ ദി റേഡിയസ് വെക്റ്റർ ഇസ് കോൺസ്റ്റൻ്റ്. അപ്പോൾ അത് നമുക്ക് നോക്കാം.
അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞു ആംഗുലർ മൊമെൻറ്റം ഇസ് കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് ആർ ക്രോസ് പി അല്ലെങ്കിൽ ആർ ക്രോസ് എം വി ഇസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പ്ലാനറ്ററി മോഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് R1 എടുക്കാം. R1 ഇതിന് R1 എടുക്കാം. R1 എടുക്കുക, ഇത് ആ സമയത്തുള്ള വെലോസിറ്റി V1 ആയിട്ട് എടുക്കാം. അപ്പോൾ R1 V1 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം R1 V1 എടുക്കാം. M into R1 V1 വിൽ ബി ഈക്വൽ ടു ഈ പോയിന്റിൽ ഇത് R2 എടുക്കുക. ഇത് ചെറിയതാണ്, ഈ ഡിസ്റ്റൻസ് നോക്കൂ കുറവാണ് അല്ലേ. R2 is small. R2 V2 എന്ന് എടുക്കാം. R2 V2 ആണ് ഇവിടുത്തെ M into R2 V2 ആണ് ഇവിടുത്തെ ആംഗുലർ മൊമെൻറ്റം. സോ ഇവിടെ നമുക്കറിയാം ആംഗുലർ മൊമെൻറ്റം കൺസേർഡ് ആണ്. അപ്പോൾ ഓരോ പോയിന്റിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. സോ M R1 V1 is equal to M R2 V2. അപ്പോൾ M എന്ന് പറയുന്നത് നിങ്ങളുടെ പ്ലാനറ്റ്, ഇവിടെ മൂവ് ചെയ്യുന്ന പ്ലാനറ്റ്. അപ്പോൾ M into R1 V1 is equal to M into R2 V2. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാം? R1 V1 is equal to R2 V2 എന്ന് എഴുതാം. അപ്പോൾ R1 V1 is equal to R2 V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കുക, ഇവിടെ നോക്കൂ R1 കൂടുതലാണ് അല്ലേ, R1 കൂടുതലാണ്, ഇവിടെ നോക്കൂ R2 കുറവാണ്. അപ്പോൾ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ R1 കൂടുന്ന സമയത്ത് ഇവിടുത്തെ വെലോസിറ്റി കുറവായിരിക്കും, വെലോസിറ്റി ചെറിയ വെലോസിറ്റി ആയിരിക്കും, എന്നാൽ മാത്രമേ ഉള്ളൂ R1 V1 ഒരു കോൺസ്റ്റന്റ് വാല്യൂ വരുള്ളൂ. അതുപോലെ R2 V2 ഇവിടെ V2 കുറവാകുന്ന സമയത്ത് വെലോസിറ്റി കൂടണം. സോ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, when the planet moves fast, the planet will move faster at the point of closest approach to the sun. അതായത് ഇവിടെ R2 കുറവാകുന്ന സമയത്ത് വെലോസിറ്റി കൂടുതലായിരിക്കും. അതായത് ഈ പ്ലാനറ്റ് നമ്മുടെ സണ്ണിൻ്റെ അടുത്തേക്ക് അടുത്ത് നിൽക്കുന്ന സമയത്ത് the planet will move faster at the point of closest approach to the sun. സണ്ണിന് അടുത്ത് എത്തുന്ന സമയത്ത് it will move faster. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് മൂവ് ഫാസ്റ്റർ എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ നോക്കൂ, ഇത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എത്താൻ ഇത് കുറേ കൂടുതൽ സമയം എടുക്കും അല്ലേ. അതാണ് ഇതിൻ്റെ മീനിങ്. V1 ഇവിടെ R1 മോറാണ്, V1 എന്നതുകൊണ്ട് കുറവായിരിക്കും. അതുപോലെ നേരെ തിരിച്ചിവിടെ R കുറവാകുന്ന സമയത്ത് V കൂടും, വെലോസിറ്റി കൂടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഏരിയ നോക്കുക, ഈ ഏരിയ എന്ന് പറയുന്നത് ഒരു ഇൻ്റർവെൽ എടുത്ത് ഒരു 1 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു 1 സെക്കൻഡിൽ ഇത് ഇത്രയും മെല്ലെയാണ് പോകുന്നത് അല്ലേ, ഇത് മെല്ലെയാണ് പോകുന്നത്. അപ്പോൾ ഇത് സ്വീപ്പ് ചെയ്യുന്ന ഏരിയ ഇത്രയാണ്. ഇത് ഈ ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇത് മെല്ലെ പോകുന്നു. അപ്പോൾ ഇത് ഇത്രയും ഏരിയ സ്വീപ്പ് ചെയ്യും. ഇവിടെ എന്താ ചെയ്യുക? ഇത് ചെറുതാണ്, ഈ R2 ചെറുതാണ്. സോ V2 is more. This will go fast. അപ്പോൾ ഒരു സെക്കൻഡിൽ ഇത് ഇത്രയും മൂവ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് വിൽ കീപ് ദീസ് ടു ഏരിയ ഈക്വൽ. ഈ ഏരിയ ഈക്വൽ ആയിരിക്കും. ഇവിടെ എന്താണ്, ഇത് ഇവിടെ കൂടുന്ന സമയത്ത് ഇവിടെ മൂവ് ചെയ്യുന്ന ഏരിയ ഈ ബേസ് കുറവാണ്, ആൾട്ടിറ്റ്യൂഡ് കൂടുതലാണ്, ബേസ് ചെറുതാണ്. അപ്പോൾ ഈ ഏരിയ ഇവിടെ എന്താ വരുന്നത്, ബേസ് കൂടുതലാണ്, ആൾട്ടിറ്റ്യൂഡ് കുറവാണ്. സോ ദീസ് ടു ഏരിയ വിൽ ബി ഈക്വൽ ആൻഡ് ദിസ് വേ ദ ഏരിയ swept out by the radius vector at any point will be a constant. Since area A is equal to area B, rate at which area swept out is a constant. അപ്പോൾ ഏരിയ swept out ഒരു സെക്കൻഡിൽ ഇത് സ്വീപ്പ് ചെയ്യുന്ന ഏരിയ ഇവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ ഒരു സെക്കൻഡിലേക്ക് ഇത്രയാണ് എത്തുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഇത്രയും എത്തുന്നുണ്ട്. അതായത് ഓരോ സെക്കൻഡിൽ ഇത് സ്വീപ്പ് ചെയ്യുന്ന ഏരിയ കോൺസ്റ്റന്റ് ആയിരിക്കും. The area swept out by the radius vector will be a constant. Okay, in equal intervals, അല്ലെങ്കിൽ the rate at which the area swept will be a constant. അപ്പോൾ ഇനി ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. This is the theorem. For a particle moving under central force, the rate at which area swept out will be a constant. നമ്മളിവിടെ നമ്മൾ കണ്ടു ഇതിനാണ് ഇതൊക്കെ വരുന്നത് അല്ലേ. നമ്മൾ ഇതിൻ്റെ ഫിസിക്കലി എന്താ സംഭവിക്കുന്നതൊക്കെ കണ്ടു. ഇനി നമ്മൾ മാത്തമാറ്റിക്കലി ഇത് പ്രൂവ് ചെയ്യാൻ പോകും. ഓക്കെ, സോ ഫോർ ദാറ്റ് യു ആർ ടേക്കിംഗ് പോയിന്റ് that is the position of a particle at time t and t plus delta t. അപ്പോൾ ടി എന്നുള്ള സമയത്ത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പോളാർ കോർഡിനേറ്റ്സ് ആണ്. പോളാർ കോർഡിനേറ്റ്സ് ആർ തീറ്റ. ആർ എന്ന് പറയുന്നത് ഈ നിങ്ങളുടെ സെൻറ്ററിന്ന് ഈ പ്ലാനറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആർ, ദാറ്റ് ഈസ് ദ റേഡിയസ് വെക്റ്റർ. ആൻഡ് തീറ്റ ഇസ് ദ ആംഗിൾ ദാറ്റ് ഇറ്റ് മേക്സ് വിത്ത് വെൻ ഇറ്റ് മൂവ്സ്. ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പൊസിഷൻ ഇവിടെ
ടൈം ടി the position is r and theta and പിന്നെ അതുപോലെ ടൈം ടി പ്ലസ് ഡെൽറ്റ ടി ആവുന്ന സമയത്ത് the position is r plus delta r and theta is theta plus delta theta. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഇറ്റ് സ്വീപ്സ് ഔട്ട് ദിസ് മച്ച് ഏരിയ. ഇവിടെയാണ്, ഇതാണ് ആദ്യത്തെ പോയിന്റ് ആർ ഓഫ് ടി ആൻഡ് ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ഈസ് ദിസ് പോയിന്റ്. അപ്പോൾ ഇതാണ് ഏരിയ സ്വീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്, ഇത് ഇവിടെ വരച്ചിരിക്കുന്നത് ഈ വരച്ചിരിക്കുന്ന സാധനം തന്നെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത് കേട്ടോ, ഈ ട്രയാങ്കിൾ. ഇതാണ് ഏരിയ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇത് ആർ ടി, ദിസ് ഇസ് ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി, ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി. ഓക്കെ, അപ്പോൾ ഇത് മൂവ് ചെയ്യുന്ന ആംഗിളാണ് ഡെൽറ്റ തീറ്റ. തീറ്റ എന്ന് ഡെൽറ്റ ടി സമയം കൊണ്ട് അത് മൂവ് ചെയ്യുന്നത് ഡെൽറ്റ തീറ്റ. ഓക്കെ, അപ്പോൾ ഇത് സ്വീപ്പ് ചെയ്യുന്ന ഏരിയ ഡെൽറ്റ എ ആയിട്ട് എടുക്കാം, നമ്മൾ ഈ ഏരിയ ഡെൽറ്റ എ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രയാങ്കിളിൻ്റെ ബേസ് എന്തായിരിക്കും? ട്രയാങ്കിൾ വിത്ത് ബേസ് ആർ പ്ലസ് ഡെൽറ്റ ആർ ആയിരിക്കും. ആറിന് ആർ പ്ലസ് ഡെൽറ്റ ആർ, അതായത് ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ആറാണ്, ഇത് ആർ പ്ലസ് ഡെൽറ്റ ആർ ആണ് അല്ലേ? നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. ആർ പ്ലസ് ഡെൽറ്റ ടി, ഇത് നോക്കും ഇവിടെ തന്നെ, ഇത് തന്നെ, ഇത് ആർ ഓഫ് ടിയിലുള്ളത്, ഇത് ആർ പ്ലസ് ഡെൽറ്റ ടിയിലുള്ളത്. അപ്പോൾ ആർ ഓഫ് ടി എന്നുള്ള ആദ്യത്തെ പൊസിഷനിൽ ഇതിൻ്റെ വാല്യൂ ആറാണ്, ഈ വാല്യൂ ആറാണ്. അടുത്ത പൊസിഷനിൽ ഇതിൻ്റെ വാല്യൂ ആർ പ്ലസ് ഡെൽറ്റ ആറാണ് അല്ലേ? ഈ റേഡിയസ് വെക്ടറിൻ്റെ ലെങ്താണ് ആർ പ്ലസ് ഡെൽറ്റ ആർ, അത് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇത് ആർ പ്ലസ് ഡെൽറ്റ ആറാണ്. നിങ്ങൾ ഈ ലൈനാണ് ആർ പ്ലസ് ഡെൽറ്റ ആർ, അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്, ആർ പ്ലസ് ഡെൽറ്റ ആർ. ഓക്കെ, ഇനി ആർ പ്ലസ് ഡെൽറ്റ ആർ ആണ്. ഇനി ഇത് നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് എടുക്കുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബേസ് ആർ പ്ലസ് ഡെൽറ്റ ആർ, ഇതാണ് നിങ്ങളുടെ ഫുൾ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ ആർക്കാണ്, ഇത് മൂവ് ചെയ്ത ആർക്കാണ് ഇത് സ്മോൾ ആർ ആണ്. നിങ്ങൾ ആംഗിൾ സ്വീപ്പ് ചെയ്തത് ഡെൽറ്റ തീറ്റ ആണെങ്കിൽ ദിസ് ആർക്ക് വിൽ ബി ഈക്വൽ ടു, നമുക്കറിയാം ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ഡിവൈഡ് ബൈ റേഡിയസ്. അപ്പോൾ ഡെൽറ്റ തീറ്റ ഇസ് ദിസ് ആർക്ക് ഡിവൈഡ് ബൈ റേഡിയസ് ആർ. അപ്പോൾ ഇതിൻ്റെ ആർക്കിൻ്റെ വാല്യൂ എന്തായിരിക്കും? ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ ആണ് എഴുതാം. ദാറ്റ് ഈസ് ദ റേഡിയസ് ഇൻറ്റു ദിസ് ആംഗിൾ ഡെൽറ്റ തീറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ടോട്ടൽ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ ഇസ് ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്. ദാറ്റ് ഈസ് ബേസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് ആണ്, ഹാഫ് പി എച്ച്. അപ്പോൾ ബേസ് പറയുന്നത് ആർ പ്ലസ് ഡെൽറ്റ ആർ, ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആർ പ്ലസ് ഡെൽറ്റ തീറ്റ, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ആർ പ്ലസ് ഡെൽറ്റ തീറ്റ ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ കേട്ടോ, ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ. അപ്പോൾ ഇവിടെ ആർ പ്ലസ് ഡെൽറ്റ ആർ ആണ് ബേസ്, ആർ പ്ലസ് ഡെൽറ്റ ആർ ഇൻറ്റു ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ. അപ്പോൾ ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ആർ സ്ക്വയർ ഡെൽറ്റ തീറ്റ പ്ലസ് ഹാഫ് ആർ ഇൻറ്റു ഹാഫ് ആർ ഡെൽറ്റ ആർ ഡെൽറ്റ തീറ്റ എന്ന് വരും. ഓക്കെ, ഹാഫ് ആർ സ്ക്വയർ ഡെൽറ്റ തീറ്റ, പിന്നെ രണ്ടാമത്തത് ഹാഫ് ആർ ഡെൽറ്റ തീറ്റ ഇൻറ്റു ഡെൽറ്റ ആർ, അതായത് രണ്ട് ടേം കിട്ടും. ഇനി ഇത് റേറ്റ് കാണണമെങ്കിൽ എന്ത് വേണം? യു ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ത്രൂ ഡി എ ബൈ ഡി ടി. സോ ലിമിറ്റ് ഡി ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ചെയ്യാം. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ഇതിനെ നമ്മൾ 1/2 ആർ സ്ക്വയർ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി, ഡെൽറ്റ ടീനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഡെൽറ്റ ടി ഇവിടെ. അതുപോലെ ആർ ഇൻറ്റു ഹാഫ് നമ്മൾ പുറത്തെടുത്തു, ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഹാഫ് ഇൻറ്റു ആർ സ്ക്വയർ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഈ ടേം നോക്കൂ, ഡെൽറ്റ തീറ്റ ഇൻറ്റു ഡെൽറ്റ ആർ ഇൻറ്റു ഡെൽറ്റ ടി, നമുക്ക് വളരെ സ്മോൾ ആയിരിക്കും ഇതിൻ്റെ മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ. സോ യു ക്യാൻ നെഗ്ലക്ട് ദിസ് ടേം, ഈ ടേം നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ചെറിയ വാല്യൂസിൻ്റെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വരുന്നതാണ്. സോ ദിസ് ന്യൂമറേറ്റർ വിൽ ബി വെരി വെരി സ്മോൾ, സോ യു ക്യാൻ നെഗ്ലക്ട് ദിസ് ടേം. ഈ ടേം എന്ത് വരും? ഹാഫ് ആർ സ്ക്വയർ ഡി തീറ്റ ബൈ ഡി ടി എന്ന് വരും വെൻ യു അപ്ലൈ ദ ലിമിറ്റ്. ഓക്കെ, ഹാഫ് ആർ സ്ക്വയർ ഡി തീറ്റ ബൈ ഡി ടി. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ വേറൊരു റിസൾട്ട് യൂസ് ചെയ്യുകയാണ്. പോളാർ കോർഡിനേറ്റ്സിലെ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ. നമുക്കറിയാം പോളാർ കോർഡിനേറ്റ്സിൽ വി ഹാവ് സീൻ ദാറ്റ് വെലോസിറ്റി ഈസ് v is equal to
ആർ ഡോട്ട് ആർ ക്യാപ് പ്ലസ് ആർ തീറ്റ ഡോട്ട് തീറ്റ ക്യാപ്. ആർ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡി ആർ ബൈ ഡി ടി ആണ്. തീറ്റ ഡോട്ട് ഇസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി. സോ വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു ആർ ഡോട്ട് ആർ ക്യാപ് പ്ലസ് ആർ തീറ്റ ഡോട്ട് തീറ്റ ക്യാപ്. ആർ ക്യാപ് എന്ന് പറയുന്നത് നമ്മൾ യൂണിറ്റ് വെക്ടർ എല്ലാം ആറാണ്. തീറ്റ ക്യാപ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ എല്ലാം തീറ്റയാണ്. ഓക്കെ, നമുക്കറിയാം പോളാർ കോർഡിനേറ്റ്സിൽ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ആറും തീറ്റയാണ് രണ്ട് യൂണിറ്റ് വെക്ടേഴ്സിൽ. നമ്മൾ എക്സ് വൈ പ്ലെയിൻ എടുക്കുമ്പോൾ ഐ ജെ വരുന്ന പോലെ ഇതിലുള്ളത് ആർ ക്യാപ്പും തീറ്റ ക്യാപ്പുമാണ്. സോ വെലോസിറ്റിയുടെ ഈ റിസൾട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എം ബി. ഇതാണ് നമ്മുടെ റിസൾട്ട്, നമ്മുടെ ഡെഫിനിഷനാണ്. ആംഗുലർ മൊമെൻറ്റം ഇസ് മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം, ദാറ്റ് ഈസ് ആർ ക്രോസ് എം ബി. ഇവിടെ നമുക്ക് വിക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ആർ ഡോട്ട് ആർ ക്യാപ് പ്ലസ് ആർ തീറ്റ ഡോട്ട് തീറ്റ ക്യാപ്. സോ ആറിന് നമ്മൾ ഈ വെക്ടർ ആറിന് നമ്മൾ മോഡുലസ് ഓഫ് ആർ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ ആർ എന്ന് എഴുതി. നമുക്കറിയാം വെക്ടർ ആർ ഇസ് വെക്ടർ ആർ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് വെക്ടർ ആർ ഇസ് ഈക്വൽ ടു മോഡുലസ് ദ വെക്ടർ ഡിവൈഡ് ബൈ മോഡുലസ് ആണ്. സോ ഇതിനെ നമുക്ക് ആർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ എന്ന് എഴുതാം. വെക്ടർ ആർ ഇസ് ദ മോഡുലസ് ഓഫ് ആർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ ആർ ക്യാപ് ക്രോസ് എം ഇൻറ്റു നമ്മൾ വിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആർ ഡോട്ട് ആർ ക്യാപ് പ്ലസ് ആർ തീറ്റ ഡോട്ട് തീറ്റ ക്യാപ്. അപ്പോൾ ഇതിനെ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം വിൽ വാനിഷ് ബിക്കോസ് ആർ ക്യാപ് ക്രോസ് ആർ ക്യാപ് വരുന്നു. നമുക്കറിയാം സെയിം വെക്ടറിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് 0 ആവും. സോ ദിസ് ടേം വിൽ വാനിഷ്, ദിസ് ടേം വിൽ ബി 0. നമുക്ക് യു വിൽ ബി ലെഫ്റ്റ് വിത്ത് എം എന്താ പറയുക എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ആർ തീറ്റ ഡോട്ട്. അതായത് ഇവിടെ നോക്കാം, ഇവിടെ ആർ വരും, ആർ ഇൻറ്റു ആർ സ്ക്വയർ വരും, പിന്നെ തീറ്റ ഡോട്ട് വരും. അപ്പോൾ എം ഉണ്ട്, ആർ സ്ക്വയർ ഉണ്ട്, തീറ്റ ഡോട്ട് ഉണ്ട് അല്ലേ. ഈ ആറും കൂടെ ആർ സ്ക്വയർ, തീറ്റ ഡോട്ട് ഉണ്ട്, പിന്നെ എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട്. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ നോക്കൂ, ആർ ക്യാപ് ക്രോസ് തീറ്റ ആണ്, തീറ്റ ക്യാപ് ആർ ക്യാപ് ക്രോസ് തീറ്റ ക്യാപ്. അപ്പോൾ ആറും തീറ്റയും ഒരേ പ്ലെയിനിലാണ്. അപ്പോൾ ആർ ക്യാപ് ക്രോസ് തീറ്റ ക്യാപ് എന്ന് പറയുന്നത് ആറും തീറ്റയും സെയിം പ്ലെയിനാണ്. അതിൻ്റെ രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡയറക്ഷൻ അല്ലേ. ഐ ജെ കെ എന്ന് പറയുന്ന പോലെ ഐ ക്രോസ് ജെ എന്ന് പറയുന്നത് കെ ആണ് അല്ലേ. ഐയും ജെയും ഒരു പ്ലെയിനിലാണ്, എക്സ് വൈ പ്ലെയിനാണ്, എക്സും വൈയും ആണ്. അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതാണ് കെ. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ആർ ക്യാപ് ക്രോസ് തീറ്റ ക്യാപ് വിൽ ഗിവ് യു ഡയറക്ഷൻ കെ, അതായത് സെഡ് ഡയറക്ഷൻ കിട്ടും. അപ്പോൾ അതായത് പ്ലെയിനിലല്ലാതെ പ്ലെയിനിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സെഡ് ഡയറക്ഷൻ, അതാണ് കെ ക്യാപ്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഇതൊരു റിസൾട്ടാണ്. നമുക്ക് നേരത്തെ എടുത്ത് വെച്ച് നമ്മൾ ഇതിലേക്ക് തന്നെ പോവുകയാണ്. ഡി എ ബൈ ഡി ടി ഈസ് ഹാഫ് ആർ സ്ക്വയർ ഡി തീറ്റ ബൈ ഡി ടി. അപ്പോൾ ഡി എ ബൈ ഡി ടി ഈസ് ഹാഫ് ആർ സ്ക്വയർ ഡി തീറ്റ ബൈ ഡി ടിനെ യു ഹാവ് റിട്ടേൺ ഇറ്റ് ആസ് തീറ്റ ഡോട്ട് ഡി തീറ്റ ബൈ ഡി ടി. തീറ്റ ഡോട്ട് എന്ന് പറയുന്നത് ടൈം ഡെറിവേറ്റീവ് ആണ് തീറ്റ ഡോട്ട്. സോ ഹാഫ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് എഴുതാം. ഇവിടുന്ന് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് എന്താണ്? ആർ സ്ക്വയർ തീറ്റ ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? എൽ ബൈ എം എന്ന് എഴുതാം അല്ലേ. ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ഈസ് എൽ ബൈ എം. അപ്പോൾ ഇവിടെ ഹാഫ് ഉള്ളത് 1/2, ഇവിടെ എൽ എന്നുള്ളത് എൽ സെഡ് എന്ന് എഴുതിയത് ഈ കെയുടെ ഡയറക്ഷൻ, കെ ആണ് കാണിക്കാൻ, സെഡ് ഡയറക്ഷനിലാണ് കാണിക്കാനാണ് എൽ സെഡ് എന്ന് എഴുതിയത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്ലൂഡഡ് ആണ് ഇവിടെ, സോറി ഡയറക്ഷൻ ഇൻക്ലൂഡഡ് ആണ് ഇവിടെ. ദാറ്റ് ഈസ് വൈ എൽ സെഡ് എന്ന് എഴുതുന്നത്. എൽ സെഡ് ഏതാണ് ഇതിൻ്റെ ആംഗുലർ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ എൽ സെഡ് എന്നുള്ളത്, ഈ സെഡ് സഫിക്സ് ചെയ്യുന്നത്. സോ എൽ ബൈ എം ഇസ് എന്താണ്? ആർ സ്ക്വയർ തീറ്റ ഡോട്ട് വരും. ഇവിടെ ഹാഫ് ഉണ്ട്, ഹാഫ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട്. ഹാഫ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ഇസ് ഡി എ ബൈ ഡി ടി. സോ ഡി എ ബൈ ഡി ടി ഇസ് ദ ഏരിയ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ അല്ലേ. That is the area, the rate at which the area swept by the radius vector. So ഈ rate of change of area അല്ലെങ്കിൽ aerial velocity ആണ് ഡി എ ബൈ ഡി ടി. ഡി എ ബൈ ഡി ടി ഇവിടെ നമുക്ക് കിട്ടുന്നു എൽ സെഡ് ബൈ 2m. 2 കോൺസ്റ്റൻ്റ് ആണ്, എം കോൺസ്റ്റൻ്റ് ആണ്. എൽ സെഡ് എന്ന് പറയുന്നത് നമ്മുടെ ആംഗുലർ മൊമെൻറ്റം ആണ്. ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ് സെൻട്രൽ ഫോഴ്സ് എന്ന്
നമുക്ക് നേരത്തെ കിട്ടി അല്ലേ. എൽ സെറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഈസ് കോൺസ്റ്റൻറ്റ് ബിക്കോസ് സെൻട്രൽ ഫോഴ്സിൻ്റെ ടോർക്ക് 0 ആണ്. അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റും ആംഗുലർ മൊമെൻറ്റം ഇസ് കോൺസ്റ്റൻറ്റ്. സോ യു ക്യാൻ സേ ദാറ്റ് ദിസ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂസ് എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി dA/dt is constant. That is dA/dt is constant. That is the air velocity is constant. That is what is Kepler's law says. The area velocity is a constant for a planetary motion. Okay. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു ടോർക്കിൻ്റെ അല്ലെങ്കിൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഒരു നമ്മളുടെ ഒരു റിയൽ ലൈഫ് ആപ്ലിക്കേഷനാണ്. ഓക്കെ. സോ ഇത് നന്നായിട്ട് മനസ്സിലാക്കാം. താങ്ക് യു.